നീതിന്യായ വ്യവസ്ഥയെ അവഹേളിക്കുന്ന തരത്തിലാണ് ചില ആളുകൾ കഴിഞ്ഞ 2-3 ദിവസമായി, അതായത് ദിലീപിന്റെ വിധി വന്നതിന് ശേഷം, എക്സാക്ട് ഡേറ്റ് പറഞ്ഞാൽ ഡിസംബർ 8-ന് ശേഷം ചാനൽ മുറികളിലും സോഷ്യൽ മീഡിയകളിലും ഇരുന്ന ജഡ്ജിയെ, ഒരു സ്ത്രീയായ ജഡ്ജിയെ ഏതൊക്കെ തരത്തിൽ അപമാനിക്കാൻ കഴിയുമോ അതിന്റെ അങ്ങേയറ്റം അപമാനിച്ചിരിക്കുകയാണ്. ഒരു കേസ് അവരുടെ മുന്നിൽ വന്നു, 8 വർഷം അതിനെ ഇഴകീറി പരിശോധിച്ചു. അതിൽ നിന്ന് 6 പ്രതികൾക്ക് ശിക്ഷയും നൽകി. പക്ഷേ ഇവരൊക്കെ വിചാരിച്ച ആൾക്ക് ശിക്ഷ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹണി വർഗീസ് എന്ന് പറയുന്ന ജഡ്ജി, അവർ നേരിടേണ്ടി വന്ന അപമാനം, അപഹാസ്യം കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഇപ്പോ അതിനെതിരെ പരാതിയുമായി ഒരാൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഹണി വർഗീസിനും നീതി വേണ്ടേ? ഹണി വർഗീസിന് നീതി ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ ഞാൻ പറയും. ഹണി വർഗീസ് നീതി നടപ്പാക്കിയിരിക്കുന്നു. ഹണി വർഗീസിന് ഇപ്പോൾ ഇതാ നീതി ലഭിച്ചിരിക്കുന്നു. കാരണം ജഡ്ജി ഹണി എം വർഗീസിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ ജുഡീഷ്യറിയുടെ എതിർപ്പ്, ശക്തമായ പ്രതിഷേധം വന്നു. ഗവൺമെൻറ്റിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. ജുഡീഷ്യറിയുടെ എതിർപ്പ്, ഇനിയും കേസുമായിട്ട് അങ്ങോട്ട് പോകണ്ട, കഠിനമായിട്ടുള്ള എതിർപ്പ് വന്നതോടുകൂടി ഒരു പരാതിയും കൊടുക്കാതെ തന്നെ ഗവൺമെൻറ് അന്വേഷണത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്തിരിക്കുക. എവിടെയെല്ലാം അന്വേഷണം പോകുന്നത്? ഈ ജഡ്ജിക്കെതിരെ കുറ്റമറ്റ രീതിയിൽ വിധി പ്രസ്താവിച്ച, കുറ്റവാളികളെ, തെളിവുള്ളവരെ എല്ലാം ശിക്ഷിച്ച ആ ജഡ്ജിക്ക് അനുകൂലമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ജുഡീഷ്യറി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ജുഡീഷ്യറി ഒന്നടങ്കം സമ്മതിച്ചിരിക്കുക. അതായത് നിയമത്തിൻ്റെ വഴിക്കും നീതിയുടെ വഴിക്കും തന്നെ പോയിരിക്കുന്നു. ശിക്ഷിക്കപ്പെടേണ്ടവർ 6 പ്രതികൾ, കൊട്ടേഷൻ മാഫിയയിൽ ഉൾപ്പെടുന്ന, അതുപോലെ തന്നെ ക്രൂരരായിട്ടുള്ള കൊട്ടേഷൻ സംഘങ്ങൾ, എന്തും ചെയ്യാൻ മടിക്കാത്ത 6 പേർക്കെതിരെയാണ് കുറ്റവാളികൾ എന്നുള്ള വിധി ഇവർ ചാർത്തിയിരിക്കുന്നത്. സ്കാർലറ്റ് ലെറ്റർ, കുറ്റവാളിത്തത്തിൻ്റെ, പ്രക്രിയയുടെ, കുറ്റകൃത്യത്തിൻ്റെ സ്കാർലറ്റ് ലെറ്റർ ചാർത്തിയിരിക്കുന്നത്. അസാമാന്യ ധൈര്യം വേണം ഏതൊരു ജഡ്ജിക്കും, ആൺ ജഡ്ജിക്ക് പോലും ധൈര്യം വേണം ഇങ്ങനൊരു വിധി പുറപ്പെടുവിക്കാൻ. ഈ ഒരു സ്ത്രീ ഈ ഒരു ധൈര്യം കാണിച്ചിരിക്കുക. അത് പോരാ പോലും, അവർക്കാരോടോ ശത്രുതയുണ്ട്. ഈ സൈബർ പോരാളികൾക്കും ചാനൽ മാനേജർമാർക്കും അദ്ദേഹത്തിനെ കഴിവിലേറ്റുന്ന ഒരു വിധി ഇതിൽ വരാത്തത് കൊണ്ട് ആകപ്പാടെ ഇവർ ശരിയല്ല എന്ന് പറയാൻ, ആ വിധി പറയാൻ അവർക്കാരാ അതിന് അധികാരം കൊടുത്തിരിക്കുന്നത്? ധാർമ്മികാധികാരമുണ്ടോ? നൈതിക അധികാരമുണ്ടോ? ഏത് വകയിലാണ്? ഹൗ ആർ ദേ ക്വാളിഫൈഡ് ടു ജഡ്ജ് ദ ജഡ്ജ്? ഹൗ ആർ ദേ ക്വാളിഫൈഡ് ടു ജഡ്ജ് ദ ജഡ്ജ്? എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇംപീച്ച് ചെയ്യാൻ പറയും, അത് ചെയ്യൂ. അവിടെ വൈദ്യനാഥൻ എന്ന് പറയുന്ന പാവപ്പെട്ട ജഡ്ജി അവിടെ പോയി, പാവങ്ങൾ നിങ്ങൾ അവിടെ പോയിട്ട് ദീപത്തൂണി പോയി വിളക്ക് കത്തിച്ചു എന്ന് പറഞ്ഞല്ലോ, തമിഴ്നാട്ടിലെ ചെന്നൈ ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിലെ ജഡ്ജിയായിട്ടുള്ള ആള് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രിയങ്ക ഗാന്ധിയൊക്കെ ലോക്സഭയിൽ കിടന്ന് തകർക്കല്ലേ? ഹിന്ദുക്കൾക്ക് അനുയോജ്യമായിട്ടൊരു വിധി വന്നാൽ അവൻ്റെ തല വെട്ടണമെന്നാണ് ഇവിടുത്തെ മനോഭാവം. അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? അതിനാണ് അവർ പറയുന്നത് മതേതരത്വം. തനി വർഗീയതയാണ് നിങ്ങളുടേത്. മതം നോക്കിയിട്ട് നീതി നടപ്പാക്കുന്നത്, മതം നോക്കി നീതി നടപ്പാക്കുന്നത്, അതാണ് വർഗീയത, അതാണ് വൃത്തികേട്, അതാണ് ജനാധിപത്യത്തിൻ്റെ ഘാതകനായിട്ടുള്ളത്. അതേ രീതിയിലാണ് ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ നടത്തുന്നത്. പ്രതി PT കുഞ്ഞമ്മദ് വന്നു, ആർക്കും ഒരു പരിസ്ഥിതിയില്ലല്ലോ. ദിലീപ് വന്നു, വലിയ സംഭവം. എത്ര വർഷങ്ങളായിട്ട് വേട്ടയാടി കാണാത്ത 8 വർഷം വേട്ടയാടി കഴിഞ്ഞിട്ട് പോരാഞ്ഞിട്ട്, രക്തദാഹം പോരാഞ്ഞിട്ട് അദ്ദേഹത്തെ തൂക്കിലേറ്റണം. ജഡ്ജിയെ ചീത്ത പറയുകയാണ്. ഇപ്പോൾ അത് പറ്റാഞ്ഞപ്പോൾ ശപിക്കുകയാണ്. അവരെന്ത് ചെയ്യണം? തെളിവ് വേണ്ടേ? തെളിവ് നശിപ്പിച്ചതിനും തെളിവില്ലെന്ന് അവർ പറഞ്ഞു. നിങ്ങൾ തെളിയിക്കൂ, അപ്പീൽ പോകൂ, മുകളിലോട്ട് പോകൂ, ചെയ്യൂ. ഇങ്ങനെ സൈബറിൽ കൂടി, ചാനലിൽ കൂടി ഇരുന്ന ദിവസവും അന്തിച്ചർച്ച നടത്തുക. കുറേ അന്തിച്ചർച്ച തൊഴിലാളികളുണ്ട്, അവരെല്ലാം അങ്ങ് ജഡ്ജിമാരായിട്ടിരിക്കുക. എന്നിട്ട് ചാനലിൻ്റെ അവതാരകൻ അവിടെ ചീഫ് ജസ്റ്റിസുമായിട്ട് ഇരുന്നുകൊണ്ട് അങ്ങ് വിധി പുറപ്പെടുവിക്കുക. അതിന് കാലതാമസമില്ല, അവിടെ ജസ്റ്റിസ് ഡിലൈഡ് ഇല്ല, ജസ്റ്റിസ് ഡിനൈഡും ഇല്ല. ഓരോ ദിവസവും അങ്ങോട്ട് വിധി അങ്ങോട്ട് പുറപ്പെടുവിക്കുക. മറ്റേതിന്റെ വിധി, ദിലീപിന്റെ കേസിലുള്ള വിധി പുറത്തു വരികയുള്ളൂ, വന്നിട്ടില്ല. പറഞ്ഞവർക്കൊക്കെ പണി കിട്ടും. ഹണി വർഗീസിനെ പറഞ്ഞവർക്ക് മുഴുവൻ പണി കിട്ടാൻ പോവുക, ഗവൺമെന്റ് അന്വേഷണം നടത്താൻ പോവുക. ഇതിനിടയ്ക്ക് ഒരു ഊമക്കത്തും പോയി. എന്തായിരുന്നു? ഇവരെ പ്രതിയാക്കിക്കൊണ്ട് ഈ പാവം ജഡ്ജിയെ പിന്നെ ചോർന്നുപോയി വിധി എന്നും പറഞ്ഞാണ്. ഈ വിധി ചോർന്നുപോയി. അവരുടെ സുഹൃത്താണ് വിധി എഴുതിയത്, ഷൈനി. ഇവർ പറഞ്ഞത് എന്താ ഊമക്കത്തി പറഞ്ഞതെന്നറിയാമോ?
പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. തൻ്റെ അടുപ്പക്കാരിയായ ഷെർലിയെ കൊണ്ട് വിധി തയ്യാറാക്കി ഹണി എം വർഗീസ് 8-ാം പ്രതിയുടെ സന്തത സഹചാരിയായ ഹോട്ടൽ ബിസിനസ്സുകാരൻ ശരത്തിനെ കാണിച്ചു കച്ചവടം ഉറപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഊമക്കത്ത്. ഒരു നിലവാരവുമില്ലാത്ത രീതിയിൽ ഊമക്കത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. കാരണം ഇതൊക്കെ ഈ ജോർജ് സോറോസിൽ വരുന്ന ടൂൾ കിറ്റുകളാണിത്, സംശയമൊന്നുമില്ല. ഇത്രയൊക്കെ തരം താഴണമെങ്കിൽ. അതുപോലെ തന്നെ മുതിർന്ന ജഡ്ജിമാരായ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ, എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള ജസ്റ്റിസ് രാജ വിജയരാഘവൻ എന്നിവരുടെ അനുഗ്രഹം എല്ലാ കാര്യത്തിലുമുണ്ട്. ഇതാണ് നീതിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾക്ക് ഹണി എം വർഗീസിനെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഹണി എം വർഗീസിനെ മാത്രമല്ല, ബഹുമാന്യരായ ഈ ജഡ്ജിമാരെ സകലം അധിക്ഷേപിക്കുന്ന ഊമക്കത്താണ് പോയിട്ടുള്ളത്. ഇതാരാ അയച്ചെന്ന് കണ്ടുപിടിക്കണം, ഫോറൻസിക് എവിഡൻസ് വെച്ച് കണ്ടുപിടിക്കണം. അപ്പം മനസ്സിലാവും നമുക്ക് ദിലീപിനെതിരെയുള്ള ഗൂഢാലോചനയുടെ കേന്ദ്രമേതാണെന്ന്. ഈ കാര്യം സമൂഹ മനസാക്ഷിയുടെ മുന്നിൽ കൊണ്ടുവരാനാണ് കത്ത് അയക്കുന്നത്. അയ്യോ, എന്തൊരു മനസാക്ഷി എന്നും പറഞ്ഞാണ് ഊമക്കത്തായിട്ട് അയക്കുന്നത്. തന്തയില്ലാത്ത കത്തായിട്ട് അയക്കുക, തന്തയില്ലാത്ത കത്തായിട്ട് അയക്കുകയാണ്. ഒരു സൂചന പോലും. ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് പറയൂ. ഈ ജുഡീഷ്യറിയെ മുഴുവൻ അപമാനിച്ചിരിക്കുക. കാരണം ഈ ആള് കോടതിക്കകത്ത് തന്നെയുള്ള ആവാൻ സാധ്യതയുണ്ട്. പുറത്തുള്ള ഈ ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തുന്ന ചാനലുകൾ, അതുപോലെ സിനിമാ രംഗത്തെ അധോലോക നായകന്മാർ, ഇവരുടെയൊക്കെ ഒരു ഏജന്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ വിധി മോശമാവുന്ന എന്തോ സൂചന ഇയാൾക്ക് കിട്ടിയപ്പോൾ ഉടനെ പണിഞ്ഞ പണിയാണിത്. ജഡ്ജിമാർക്കെതിരെ, ബഹുമാന്യരായ ജഡ്ജിമാർക്കെതിരെ. നമ്മൾ ഈ ജുഡീഷ്യറിയിൽ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാഗം വിശ്വസിച്ചേ പറ്റൂ. നിങ്ങൾക്ക് അപ്പീൽ പോകാനുള്ള വഴി തുറന്നു കിടക്കുകയാണ്. നിങ്ങളുടെ ഈ 8 വർഷം നീണ്ടതെന്തുകൊണ്ടാണ്? ജുഡീഷ്യറി എന്ന പ്രോസസ്സിൽ വിശ്വാസം വരുത്താൻ വേണ്ടിയിട്ടാണ്. ഓരോരുത്തരും അവധി ചോദിക്കുമ്പോൾ അവധി കൊടുക്കുക, യാതൊരു പ്രെജുഡിസും ഇല്ലാതെ, മുൻവിധിയുമില്ലാതെ ഓരോരുത്തർക്കും അവധി കൊടുക്കുക, ഓരോ സാക്ഷിയും പറയുന്നത് കേൾക്കുക. ഇത്രയും നാളെടുക്കുന്നതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ പെട്ടെന്ന് പിറ്റേ ദിവസം അത് നമുക്ക് വിധി പറഞ്ഞുകൂടെ? ഈ സമയമെടുക്കുന്നതിൻ്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. വിശ്വാസ്യത വർദ്ധിപ്പിക്കാനാണ് ഈ ഡിലേ വരുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് വിചാരണ തടവുകാർ ജയിലിൽ നിന്ന് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നത്. ഇതെല്ലാം വിശ്വാസ്യതയ്ക്ക് വേണ്ടി. ആ വിശ്വാസ്യതയുടെ, ആ ജുഡീഷ്യറിയുടെ കടക്കൽ കത്തിവെക്കുന്ന പരിപാടിയാണിത്. കുറേ ചാനലുകാർ, കുറേ സൈബർ പോരാളികളെ, കുറേ പത്രങ്ങൾക്കും അതിൽ പങ്കുണ്ട്. സിനിമാ ലോകത്തെ കുറേ അധോലോക നായകന്മാർക്കും നായികമാർക്കും പങ്കുണ്ടതിൽ. ഇവർ പറയുന്ന സിനിമയിൽ എല്ലാവർക്കും ദിലീപിനെ പേടിയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞാൽ സിനിമയുടെ ആളല്ലേ? അയാളല്ലേ വന്നിരുന്ന ചാനലുകളിൽ പൊട്ടിച്ചിട്ട് പോയത്, ഓഡിയോ ക്ലിപ്പുകൾ വരെ പറഞ്ഞിട്ട് പോയത്? 100% അയാൾ വിധിച്ചു ദിലീപ് ആണ് ഈ കൊലപാതകി, ഗൂഢാലോചനക്കാരൻ. എവിടെ ബാലചന്ദ്രകുമാറിന്റെ ഒരു ശബ്ദമെങ്കിലും ഏതെങ്കിലും ചാനലിൽ വന്ന് അയാൾ സംസാരിക്കുന്നുണ്ട്? അതോ മരിച്ചുപോയതാണ് അല്ലേ? ബാലചന്ദ്രകുമാറിന് വേണ്ടി ആരെങ്കിലും വന്ന് പറയുന്നു? ഒരൊറ്റ മനുഷ്യൻ പറയുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരാളാണ് ബൈജു കൊട്ടാരക്കര. സിനിമാക്കാരനല്ലേ, സംവിധായകനല്ലേ? അന്നും ഇന്നും ദിലീപിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? സിനിമാക്കാർക്ക് എവിടെയാ പേടി? അതുപോലെ തന്നെ പൃഥ്വിരാജ് സിനിമയുടെ ആളല്ലേ? ഏറ്റവും മോശമായിട്ട് പറഞ്ഞത് അദ്ദേഹം അല്ലേ? ഈ എമ്പുരാനല്ലേ? ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നുണ്ടായിരുന്നില്ലേ? അന്നും ഇന്നും പറയുന്നുണ്ട്. ഇതിപ്പോൾ അമ്മയുടെ ആൾക്കാർ, ശ്വേതാമേനോനാണ് ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ്. ഒരു പറയാത്തതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനല്ലേ? സ്ത്രീകളാണ്. അവർ പറയാൻ നമ്മൾക്ക് പറയിപ്പിക്കാൻ പറ്റുമോ? അവരുടെ സ്വാതന്ത്ര്യമല്ലേ? ആ സംഘടനയല്ലേ തീരുമാനിക്കുന്നത്? അതിൻ്റെ എക്സിക്യൂട്ടീവ് അല്ലേ തീരുമാനിക്കേണ്ടത് എന്ത് പറയണമെന്ന്? ഇതിപ്പോൾ ഒരു കേസിനും മറ്റൊരു കേസിനും ഇടയിലാണ് അവർ. അപ്പോൾ അത് പക്വമായിട്ടുള്ളവർ നിശബ്ദത പാലിച്ചു എന്ന് വിശ്വസിച്ചുകൂടെ? അതല്ല, ഇത് മുഴുവൻ ദിലീപിൻ്റെ കൂടെയാണ്, ദിലീപിനെ പേടിച്ചാണെന്നൊക്കെ പറഞ്ഞാൽ അതിന് വിശ്വാസ്യത പോരാ. എന്നതുപോലെ വാസ്തവത്തിൽ ഈ പ്രിൻസിപ്പൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ പിന്നിൽ തോക്കുമായിട്ട് നിൽക്കുകയായിരുന്നു ദിലീപിനെ തൂക്കാനുള്ള വിധിക്ക് വേണ്ടി ഈ അധോലോക സംഘം. അത് നടക്കാതെ വന്നപ്പോഴാണ് ഇത്രയധികം നിരാശ പൊട്ടിവിടർന്നത്. അതുകൊണ്ട് സമൂഹത്തിന് കൂടെ ബുദ്ധിജീവികൾ വന്നിട്ട് സമൂഹം മുഴുവൻ ഇങ്ങനെ ആയിപ്പോയി. ഇങ്ങനൊന്നും ആ സമൂഹം നേരെ വഴിക്ക് തന്നെ പോകുന്നത്. നിങ്ങൾക്കാണ് തെറ്റിയിട്ടുള്ളത്. നിങ്ങളിങ്ങനെ ആയിപ്പോയി. കഷ്ടം, കഷ്ടം. ഇത്രേ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.